ഒത്തിരി കൾട്ട് ഫാൻ ബേസസ് ഉള്ള രണ്ട് വണ്ടി, ഒന്ന് ഹിമാലയൻ, ഒന്ന് എക്സ്പൾസ്. അതുകൊണ്ട് തന്നെ ഈ റിവ്യൂ എന്തായാലും കുറേ പേരെയൊക്കെ ഹർട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതൊരു ഡിസ്ക്ലൈമറായിട്ട് തന്നെ ആദ്യമേ തുടങ്ങാം. പിന്നെ ഇതൊരു നോർമൽ റിവ്യൂ ഒന്നുമല്ല, ഇത് ഒരു ബ്രൗഷെ കമ്പാരിസണോ അല്ലെങ്കിൽ ഒരു സ്പെക്ചാർട്ട് കമ്പാരിസണോ ഒന്നുമല്ല. എങ്ങനെയാണ് ആക്ച്വലി ഇത് റൈഡ് ചെയ്ത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളൊരു കമ്പാരിസനാണ്. അപ്പോൾ ഇതൊരു ലോങ് ടേം റിവ്യൂ ആയിട്ട് കാണാം. ഇതിൽ ഹിമാലയൻ ഞാൻ ഹിമാചൽ പ്രദേശിൽ തന്നെ ഉപയോഗിച്ചു, അതേപോലെ തന്നെ ലേയിൽ അങ്ങനെയൊക്കെ കുറേ സ്ഥലത്തൊക്കെ ഉപയോഗിച്ചു, നല്ല ഹയർ ആൾട്ടിറ്റ്യൂഡിൽ ഉപയോഗിച്ചു, സിംഗിളായിട്ട് ടൂർ ചെയ്യാൻ ഉപയോഗിച്ചു, അതേപോലെ തന്നെ രണ്ടുപേരായിട്ടും കുറേ ലഗേജായിട്ടും ടൂർ ചെയ്യാൻ ഉപയോഗിച്ചു ഹിമാലയൻ. അതേപോലെ എക്സ്പൾസ് എൻ്റെ സ്വന്തം വണ്ടിയാണ്, അത് ഞാൻ കുറേ ടൂർ ചെയ്യാൻ ഇതേപോലെ ഉപയോഗിച്ചു, അതേപോലെ കുറേ ഓഫ് റോഡ് ചെയ്യാൻ ഉപയോഗിച്ചു. രണ്ട് ബൈക്സ് ഞാൻ ഓഫ് റോഡ് ചെയ്തിട്ടുണ്ട്, രണ്ട് ബൈക്സും ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ ആണിത്. ഇതെൻ്റെ ജെനുവിനായിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ ആൾക്കാരെ ഹർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഫസ്റ്റ് തിങ്, ഓഫ് റോഡ്. ഓഫ് റോഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് എന്തായാലും പറഞ്ഞു തുടങ്ങാം. രണ്ട് വണ്ടിയും പ്രോപ്പർ ഓഫ് റോഡ് ബൈക്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. രണ്ട് വണ്ടിയും ടൂറിങ് കേപ്പബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന ബൈക്സാണ്. ഇനി നമ്മുടെ നാട്ടിലുള്ള ഓഫ് റോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും കൊണ്ടുപോകുന്നത് ഈ വണ്ടീനെ കുറച്ച് എൻഡ്യൂറോ സ്റ്റൈലിലുള്ള ഓഫ് റോഡ്സാണ്, കുറച്ച് ഹാർഡായിട്ടുള്ള ഓഫ് റോഡ്സാണ്. ഈ രണ്ട് വണ്ടികളും അങ്ങനെ ഹാർഡായിട്ടുള്ള ഓഫ് റോഡ്സിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടിയല്ല. രണ്ട് വണ്ടി അത്യാവശ്യം ഹെവിയർ ബൈക്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാർഡായിട്ടുള്ള എൻഡ്യൂറോ ആണ് നോക്കുന്നതെങ്കിൽ ഈ രണ്ട് ബൈക്സും ബെറ്റർ അല്ല. എന്തായാലും കമ്പാരിസൺ ആകുമ്പോൾ ഇതിലേതാണ് ബെറ്റർ ബൈക്ക് എന്ന് നമ്മൾ പറയണം. അപ്പോൾ നിങ്ങൾ ഓഫ് റോഡാണ് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബെറ്റർ ബൈക്ക് എന്ന് പറയുന്നത് എക്സ്പൾസ് ആയിരിക്കും. എക്സ്പൾസ് ആകാനുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, ഓഫ് റോഡ് നമ്മൾ ഒത്തിരി ചെയ്യുന്ന സമയത്ത് വണ്ടി ഒത്തിരി ക്രാഷസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്രാഷ് ആവാൻ ചാൻസും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് വളരെ ഒരു ലേബർ ഇൻറ്റൻസീവ് പരിപാടിയാണ്. നമ്മൾ ഒത്തിരി ടയർഡ് ആവും, അതേപോലെ തന്നെ ഒത്തിരി എനർജി വേണ്ട ഒരു പരിപാടിയാണ് ഓഫ് റോഡിങ്. അപ്പോൾ നമുക്ക് കുറച്ച് ലൈറ്റർ ബൈക്സ് ആയിരിക്കും നമുക്ക് എപ്പോഴും ഒരു എഡ്ജ് തരിക അങ്ങനെ ഓഫ് റോഡ് ചെയ്യാനായിട്ട്. ഇതിൽ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റർ ബൈക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പൾസ് ആണ്. അതേപോലെ തന്നെ ചീപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എക്സ്പൾസ് ആണ്. ഈ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പൾസ് ആണ് ഇതിൽ ബെറ്റർ ബൈക്ക്. സസ്പെൻഷന് നല്ല സസ്പെൻഷനാണ്, ബാക്കി കാര്യങ്ങളെല്ലാം രണ്ട് ബൈക്സിന് നല്ലതാണ്. എന്നാൽ ഓഫ് റോഡ് കേപ്പബിലിറ്റി മാത്രമായിട്ട് നമ്മൾ നോക്കുകയാണ്, ഇത് രണ്ടും മാത്രമേ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉള്ളൂ എങ്കിൽ അതിൽ ബെറ്റർ ബൈക്ക് എപ്പോഴും എക്സ്പൾസ് ആയിരിക്കും. എന്ന് പറഞ്ഞ് ഹിമാലയൻ വെച്ചിട്ട് നമുക്ക് ലൈറ്റായിട്ടുള്ള ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല. നിങ്ങൾക്ക് ഹിമാലയൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ലൈറ്റായിട്ടുള്ള ഓഫ് റോഡ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴും അത് ഒരു ഹെവിയർ ബൈക്കാണ്, അതേപോലെ എൻ്റെ മെയിൻ്റെനൻസും ഭയങ്കര കൂടുതലാണ്. സോ എക്സ്പൾസ് ഈസ് ദ വിന്നർ. രണ്ടാമത്തെ കാര്യം, ടൂറിങ് വരുമ്പോൾ ഇതെല്ലാം നേരെ തിരിയും. എക്സ്പൾസിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. എക്സ്പൾസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാൾ അവർക്ക് മാത്രമായിട്ട് ടൂർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സോളോ ടൂറിങ്ങിന് വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബൈക്കാണ്. ഒത്തിരി ലഗേജൊക്കെ വെച്ച് നിങ്ങൾ ടൂർ ചെയ്യുകയാണെങ്കിലും കുറച്ച് എക്സ്പൾസ് ബുദ്ധിമുട്ടായിരിക്കും. ഇനി രണ്ട് പേർക്കായിട്ട് ടൂർ ചെയ്യണോ, അതേപോലെ തന്നെ കുറേ ലഗേജ് കൊണ്ടുപോകണോ, അതും ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ടൂർ ചെയ്യണോ, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എന്തായാലും ചൂസ് ചെയ്യേണ്ടത് ഹിമാലയൻ ആയിരിക്കും. ഇനി അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോയിന്റിൽ ഞാൻ എത്തിയെന്ന് പറഞ്ഞുതരാം. ബെറ്റർ ആയിട്ടുള്ള ടോർക്ക് ഹിമാലയനാണ്, ബെറ്റർ ആയിട്ടുള്ള സ്പീഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും ഹിമാലയനിലാണ്. അതേപോലെ തന്നെ സർവീസ് നെറ്റ്വർക്ക് നമ്മൾ വിചാരിക്കും പോലെയല്ല. നിങ്ങൾ ഇവിടെ നിന്ന് ഓൾ ഇന്ത്യ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രണ്ടിനും സർവീസ് നെറ്റ്വർക്ക് ഓക്കെയാണ്. പക്ഷേ നിങ്ങളൊരു എല്ലായിടത്തും ഇങ്ങനെ ട്രിപ്പ് പോവുകയാണെങ്കിൽ ഹിമാലയൻ പോലെ അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് പോലെ സർവീസ് നെറ്റ്വർക്ക് ഉള്ള ഒരു ബ്രാൻഡ് ഇപ്പോൾ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും സർവീസ് നെറ്റ്വർക്ക് അത്രയുള്ള ഒരു ബ്രാൻഡ് നമ്മൾ ടൂറിങ്ങിന് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ട്രിപ്പിൾ ഡിജിറ്റിലോട്ട് നമ്മൾ ടൂറിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാം. ട്രിപ്പിൾ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു 100-ലൊക്കെ ടൂർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ രണ്ട് വണ്ടി 100-ഒക്കെ കയറും, രണ്ട് വണ്ടിയിലും അങ്ങനെ 100-ലൊക്കെ പോകാൻ പറ്റും. പക്ഷേ നമ്മുടെ എക്സ്പൾസ് എപ്പോഴും എന്താ പറയുക, അതിൻ്റെ ഒരു ബ്രീത്ത് പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് സ്ട്രെസ്ഡ് ഔട്ട് ആകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഹിമാലയന് ജസ്റ്റ് ഒരു 90 കിലോമീറ്റർ 100 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഹിമാലയൻ ജസ്റ്റ് ഒരു അതിനൊരു വാം അപ്പ് സ്റ്റേജ് മാത്രമായിരിക്കും. അങ്ങനെ വളരെ ഈസി ആയിട്ടായിരിക്കും ഹിമാലയൻ ക്രൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ ഫാക്ടേഴ്സും നോക്കുകയാണെങ്കിൽ ടൂറിങ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് വരുമ്പോൾ ഹിമാലയൻ ആയിരിക്കും ഒരു ബെറ്റർ ബൈക്ക്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എക്സ്പൾസ് വെച്ച് ടൂർ ചെയ്യാൻ പറ്റൂലേ, എക്സ്പൾസ് വെച്ച് രണ്ടുപേരും വെച്ച് കുറേ ലഗേജും വെച്ച് ടൂർ ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെ ടൂർ ചെയ്യാൻ പറ്റൂലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഉറപ്പായിട്ടും ടൂർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെ അടുത്ത് ആൾക്കാർ ചോദിക്കത്തില്ലേ, ഇപ്പോൾ മാരത്തോൺ ഓടുമ്പോൾ ഷൂ ഇടണോ എന്ന് ചോദിക്കത്തില്ലേ, വെറും കാലിൽ ഓടിക്കൂടെ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ അതുപോലെയാണ് ഇതും. വെറും കാലിൽ വേണമെങ്കിൽ നമുക്ക് ഓടാം, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറൊരു ഓപ്ഷൻ ഉള്ളപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ എബിലിറ്റി ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ടൂറിങ് ആവശ്യമുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും തന്നെ ഹിമാലയൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മൂന്നാമത്തത് സിറ്റി യൂസേജ്. സിറ്റി യൂസേജിൽ ആക്ച്വലി എനിക്ക് ബൈക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടൂളായിട്ട് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഒരിക്കലും ഞാൻ സിറ്റിക്കകത്തൂടെ വണ്ടി ഓടിക്കുമ്പോൾ
അയ്യോ ഈ വണ്ടിക്ക് എന്തുമാത്രം നല്ല അടിപൊളി റൈഡ് ഫീലാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്തിട്ടായിരിക്കും ഓടിക്കുന്നത്. നമ്മൾ ഫുള്ള് ട്രാഫിക്കിനകത്തൂടെ അല്ലെങ്കിൽ സിഗ്നൽസിനകത്തൂടെ അങ്ങനെ മാനുവർ ചെയ്തായിരിക്കും നമ്മൾ ചുമ്മാ വണ്ടി ഓടിച്ചു പോകുന്നത്. ആ സമയത്ത് നമുക്ക് ആക്ച്വലി ശരിക്കുള്ള ആ വണ്ടിയുടെ ഫീലോ അല്ലെങ്കിൽ ആ വണ്ടിയുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ അറിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെ ഒന്ന് ടോട്ടലി അനോയ്ഡായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈമിൽ ഒരു സിറ്റിക്കകത്തൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റിക്കകത്തൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതിനെ നമുക്ക് ജസ്റ്റ് ഒരു ടൂളായിട്ട് കാണും. ഇതിലേതൊരു ബെറ്റർ ടൂളാണ് സിറ്റിക്കകത്തെന്ന് പറയാം. സിറ്റിക്കകത്തൂടെ നമ്മൾ ട്രാഫിക്കിനകത്തൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഓടിച്ചു പോകേണ്ടി വരിക. ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് മോസ്റ്റ്ലി സിറ്റീസിലുള്ളത്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ലൈറ്ററായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഫ്യൂൽ എക്കണോമി തരുന്ന ഒരു ബൈക്കായിരിക്കും നമുക്ക് എപ്പോഴും ഒരു സിറ്റിക്കകത്ത് ഉപയോഗിക്കാൻ കുറച്ച് ഈസി. നമുക്ക് കുഞ്ഞു കുഞ്ഞു ഏരിയയിൽ കൂടെ മാനുവർ ചെയ്ത് പോകാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും വളരെ ചീപ്പായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും നല്ല ഫ്യൂൽ എക്കണോമി ഉള്ളതും ഒരു ഡെയിലി ഡ്രൈവർ കമ്മ്യൂട്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കായിരിക്കും ഒരു ബെറ്റർ ബൈക്ക്. ഓക്കെ, അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഏതായിരിക്കും ബെറ്റർ ബൈക്ക് എന്ന്. എക്സ്പൾസ് എന്നായിരിക്കും എന്തായാലും ബെറ്റർ ബൈക്ക്. ഹിമാലയൻ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും അതിൽ ബെറ്റർ ബൈക്ക് അല്ലെങ്കിൽ അതിൽ വിൻ ചെയ്യുന്നത് എന്തായാലും എക്സ്പൾസ് ആയിരിക്കും. ഇനി ഈ രണ്ട് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് നമുക്ക് ഹിമാലയനിലോട്ട് തന്നെ പോകാം. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചതിൽ ഞാൻ ഈ രണ്ട് വണ്ടികളിൽ ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹിമാലയനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടി, ഞാൻ എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു വണ്ടിയാണ് ശരിക്കും ഹിമാലയൻ 450. എൻ്റെ ഇതിനു മുന്നേ ഹിമാലയൻ 411 ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഹിമാലയൻ 450 എടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മേജറായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷനാണ്. ഷോവയുടെ സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഷാസി, ഇത്രയും അടിപൊളിയൊരു ഷാസിയുള്ളൊരു വണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ബിഗർ ബൈക്സൊക്കെ ബെറ്റർ ഷാസിയൊക്കെ ഉള്ള ബെറ്റർ എഞ്ചിനീയർഡ് ആയിട്ടുള്ള വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഷാസിയുടെയും ആ കൺട്രോളിൻ്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു മാജിക്കലായിട്ടുള്ളൊരു ബൈക്കാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. പിന്നെ എല്ലായിടത്തും സർവീസ് നെറ്റ്വർക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു സ്പെസിഫിക് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, സ്പെക്സ് ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് തന്നെ കിട്ടും. പിന്നെ സർവീസിൻ്റെ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും സർവീസ് നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് ഹിമാലയൻ ഇപ്പോൾ ഒരു ഓണർഷിപ്പിലോട്ട് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഓഫ് റോഡാണ് മെയിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹിമാലയൻ എന്ന് പറയുന്നത് കുറച്ച് പാടായിരിക്കും. ഓരോ പ്രാവശ്യം വീഴുമ്പോഴും നമ്മുടെ പോക്കറ്റിലൊരു ചെറിയ തുള വീഴുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. കാര്യം ഇച്ചിരി എക്സ്പെൻസീവാണ്, കുറേ പാർട്ടുകൾ പൊട്ടാനുണ്ട്, കുറേ പാർട്ടുകൾ ചളുങ്ങാനുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഓഫ് റോഡിൽ ഈ വണ്ടിനെ കൊണ്ടുപോകുമ്പോൾ അത്രയും ഹെവി ബൈക്സ് ആയതുകൊണ്ട് നിങ്ങളും ഭയങ്കരമായിട്ട് ക്ഷീണിക്കും, ഫെറ്റീഗ്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ലോങ് ടൂറിംഗ് ആണ് നിങ്ങൾ നോക്കുന്നത്, 2 പേരായിട്ടിരുന്നിട്ടുള്ള ലോങ് ടൂറിംഗ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹിമാലയൻ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സ്പൾസിൻ്റെ കേസ് പറയുമ്പോൾ ഇതേപോലെ തന്നെയുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഇത് മലയാളം ഓഡിയൻസ് ആയിരിക്കും ഇത് കേൾക്കുക, അതുകൊണ്ട് നമുക്ക് കേരളത്തിലുള്ള കാര്യം മാത്രം പറയാം. കേരളത്തിൽ ഇപ്പോൾ സർവീസ് നെറ്റ്വർക്ക് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം എല്ലായിടത്തും സർവീസ് ഉണ്ട്. പക്ഷേ ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രീമിയം ഷോറൂംസിൽ മാത്രമേ സർവീസ് ഉള്ളൂ. അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ്. കാര്യം പ്രീമിയം ഷോറൂമിൽ മാത്രം അല്ലാണ്ട് എല്ലായിടത്തും അവൈലബിൾ ആയിരുന്നെങ്കിൽ കുറച്ച് ഈസി ആയിരുന്നേനെ. പിന്നെ ഹിമാലയൻ പോലെ അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും എക്സ്പൾസിൻ്റെ പാർട്സ് അവൈലബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പ്രീമിയം ഷോറൂമിലും വണ്ടി വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ പ്രീമിയം ഷോറൂമിൽ എല്ലായിടത്തും പാർട്സ് അത്രയ്ക്ക് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഭയങ്കര ചീപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. ഇതിൻ്റെ സൈഡ് പാനൽ എല്ലാം കൂടെയൊക്കെ എൻ്റെ കയ്യിൽ പൊട്ടി പോയപ്പോഴൊക്കെ എനിക്ക് ആകെ 2000 രൂപയ്ക്ക് എല്ലാം കൂടെ മാറി കിട്ടി. പിന്നെ ഭയങ്കര ചീപ്പായിരിക്കും, മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ ഫ്യൂൽ എക്കണോമി എന്ന് പറയുന്നതും അത്യാവശ്യം ഫ്യൂൽ എക്കണോമി കൂടുതലാണ് എക്സ്പൾസിന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ എക്സ്പൾസും നല്ലൊരു വണ്ടി തന്നെയാണ്. ഇനി ഈ രണ്ട് വണ്ടിയിലും ഏത് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേയൊക്കെ ഹൈവേ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഒരു സിംഗിൾ ബൈക്ക്, നിങ്ങൾ രണ്ടിൽ ഏതെങ്കിലും ഒരു ബൈക്ക് വാങ്ങുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു സിംഗിൾ ബൈക്ക് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേ ഹൈവേ ഓടിക്കുന്ന ആളാണ്, കുറച്ച് ലോങ് ടൂറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, എപ്പോഴും ഒരു പില്ലിയനെ വയ്ക്കാനോ അതല്ലെങ്കിൽ ലഗേജുമായിട്ടൊക്കെ ടൂർ ചെയ്യാൻ താല്പര്യമുണ്ട്, കുറച്ച് കൂടുതൽ ടൂറിങ്ങും കുറച്ച് ഓഫ് റോഡിങ്ങും കുറച്ച് എക്സ്പ്ലോറിങ് അങ്ങനെയുള്ള പരിപാടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ ബൈക്ക് എന്ന് പറയുന്നത് ഹിമാലയൻ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് സിറ്റി യൂസേജ് ആണ്, കമ്മ്യൂട്ടിംഗ് ആണ് ഏറ്റവും കൂടുതൽ. എന്നാൽ കമ്മ്യൂട്ടിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ ലോങ് ടൂറിംഗ് ഒന്നും അങ്ങനെ അധികം ചെയ്യാറില്ല. ഒരു മാസത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ടൂർ ചെയ്യുമെന്നൊക്കെ വിചാരിക്കും, ചിലപ്പോൾ നമ്മൾ ടൂർ ചെയ്യണമെന്ന് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ദിവസം ചെയ്യുന്നത് കമ്മ്യൂട്ടിംഗ് ആയിരിക്കും. എല്ലാ ദിവസവും ഓഫീസിൽ പോയി ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ കമ്മ്യൂട്ടിംഗ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നമ്മൾ സോളോ ആയിട്ടാണ് ട്രിപ്പ് പോകുന്നത്. ടൂർ ചെയ്യുമ്പോഴും നമ്മൾ സോളോ ആയിട്ടേ പോകത്തുള്ളൂ. പിന്നെ നമ്മൾ കുറേ ഓഫ് റോഡിങ് ഒക്കെ പോകുമെങ്കിൽ എപ്പോഴും ബെറ്റർ ബൈക്ക് എന്ന് പറയുന്നത് എക്സ്പൾസ് ആയിരിക്കും.
ഇനി ഞാൻ എങ്ങനെയാണ് എക്സ്പൾസ് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ കാലം താമസിക്കുന്നത് ഇടുക്കിയിലാണ്. അപ്പോൾ ഇടുക്കിയിൽ താമസിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈവേസ് അല്ല കൂടുതൽ, ഇവിടെ ഗഡ് റോഡ്സ് ആണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിരിക്കും എപ്പോഴും നല്ലത്. ഓഫ് റോഡാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ രണ്ടിലും വെച്ചിട്ട് എക്സ്പൾസ് ചൂസ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഞാൻ ഹൈവേ യൂസേജ് ആയിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും ഹിമാലയൻ ആയിരിക്കും ഇഷ്ടം. ഇനി ഈ വീഡിയോയിൽ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ റാഷണലായിട്ട് ചിന്തിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ റാഷണലായിട്ടൊന്നും ചിന്തിച്ചിട്ടല്ല വണ്ടി എടുക്കുക. എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ട് നമ്മൾ മേടിക്കുന്നു, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഉണ്ട്, അങ്ങനെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു റീല് കണ്ടിട്ട് ആ റീലിൽ കാണാനുള്ള ഭംഗി കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ വണ്ടി എടുക്കുക. അപ്പോൾ വണ്ടി എടുക്കുന്നതും ഇപ്പോൾ ബൈക്സ് കാർസൊക്കെ ഇങ്ങനെ മേടിക്കുന്നതൊന്നും ഒരിക്കലും ലോജിക്കൽ ഡിസിഷൻ ഒന്നും അല്ലായിരിക്കും മോസ്റ്റ്ലി ആൾക്കാർക്ക്. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കുക. ജസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. കുറച്ച് ലോങ് ആയിട്ടുള്ള ടെസ്റ്റ് റൈഡ്സ് ചെയ്ത് നോക്കുക. ജസ്റ്റ് കുറച്ചൊരു സാധാരണ ഷോറൂമുകാർ തരുന്ന ടെസ്റ്റ് റൈഡ്സ് ഇല്ലേ, ഒരു 500 മീറ്ററോ അല്ലെങ്കിൽ 1 കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ട് വന്നിട്ടുള്ള അങ്ങനെ കുഞ്ഞ് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാണ്ട് കുറച്ച് ഒരു ദിവസം വേണമെങ്കിൽ വണ്ടി റെൻറ്റ് ചെയ്യുക. വണ്ടി അങ്ങനെ റെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കൊച്ചിയിലൊക്കെ റെൻ്റൽ അവൈലബിൾ ആണ്. ഒരു ദിവസം വണ്ടി ചുമ്മാ റെൻറ്റ് ചെയ്യുക, എവിടെയെങ്കിലുമൊക്കെ വണ്ടി ഒന്ന് ഓടിക്കുക. അതിനുശേഷം നന്നായിട്ട് വണ്ടി മനസ്സിലായതിന് ശേഷം വണ്ടി എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതായിരിക്കും നിങ്ങൾക്കൊരു ബെറ്റർ ബൈ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് വണ്ടി എടുക്കരുത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.